ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുലേറ ഫിഷിംഗ് കേരള ബൈ സുലേറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിന്ന് എന്താ ചൂണ്ടയിടാൻ പോകണ്ട, ഇതാണോ ചൂണ്ടപടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പുഴ എത്താനായിട്ടാ. പിന്നെ പുഴയിൽ പോയതിൻ്റെ ശേഷം മീൻ പിടിക്കേണ്ട വീഡിയോസൊക്കെ കാണിച്ചതാ. വെള്ളം കുളിക്കണ്ട, മീൻ പിടിച്ചാൽ മതി. എന്നിട്ട് നല്ല ചൂണ്ടലൊക്കെ ഉണ്ട്. അപ്പൊ കിട്ടിയാ ഇല്ല ഇവിടെ വലിച്ചൂടെ ഒന്ന് വന്നിച്ചേ ഉണ്ടോ. ആ വെള്ളം നിറക്കണം അവിടെ ഒക്കെ കുപ്പി വേണ്ട. പറഞ്ഞോ ഇത് അറിഞ്ഞോ ഇതാണ്ടാ ഇതാണോ ഒരു പെരലിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ കടുങ്ങാലി പെരലിന്റെ കുട്ടിയാട്ടാ. ആ മതി. അപ്പൊ മീനിനെ കവറിൽ ഇടാനുള്ള പരിപാടിയിലാണ് അഫില്. അപ്പൊ ഇതാണ് ഇന്നിപ്പോ ആദ്യമായിട്ട് കിട്ടിയ മീന്. ഓനക്കാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാന് ചൂണ്ടലിൽ തുടങ്ങിയിട്ടില്ലട്ടാ. നീ ചൂണ്ടലിച്ച് വേണ്ടാ, മറ്റേ ചൂണ്ടലിട്ട് വേണ്ടി കേട്ടാ. അതേല്ല. അപ്പൊ ഓക്കെ വലിച്ചൂടെ ഒരു മീനിനെ കിട്ടിക്കണോ. വലിച്ചൂടെ ഇതാ വലിച്ചെടുക്കേ ഇതാ വലിച്ചൂടെ. എടുക്കേ വലിച്ചെടുക്കേ. ആ എടുത്തിട്ട് വലിച്ചൂടെ. ഇതാണോ ഒരു മീനിനെ കിട്ടിക്കണോ. മൂന്നാമത്തെ മീനോ. അപ്പൊ ഈ മീന നമ്മളെ വിളിക്കലേ ഇതാണ് പൂവാലിപ്പേരല്, കൊടിച്ചിപ്പേരല് എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ്. ഇതിനെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാലുമുള്ള ഈ ചുവപ്പും കറുപ്പും ഈ ഒരു നിറങ്ങളാണ്. അതുപോലെ തന്നെ വാലിന്റെ നടുവില് ഒരു കറുത്ത പൊട്ടും ഉണ്ടാകും. അപ്പൊ ഇതാണ് പൂവാലിപ്പേരല്. അപ്പൊ ഈ മത്സ്യത്തെ നിങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേരുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഞങ്ങളവിടെ പൂവാലിപ്പേരല് എന്നാണ് വിളിക്കുക. അതേപോലെ ചില സ്ഥലത്ത് കൊടിച്ചിപ്പേരല് എന്ന് വിളിക്കുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. എടുത്തോടെ കാണിച്ചെടുക്കേ. അല്ല എടുത്തുകൊണ്ട് കാണിച്ചെടുക്കേ. ഈ മീൻ നമുക്ക് പുഴയ്ക്ക് തന്നെ തിരിച്ചിടാണ് കേട്ടാ. ആയിട്ടാണ് അങ്ങനത്തെ ഒരു മീനാണ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയോണ്ട് ആ മീനിനെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തേക്കാണ്ട് എടുത്തൂടെ. അത് വെല്ലെടുക്കേ. ഈ മീനെ ഒരു വെറൈറ്റി മീനാണ്, കാണിച്ചരാ. ഇതുണ്ടല്ലേ, ഇതാണ് മിസ് കേരള പറഞ്ഞ മീനാണ്. ഇതിന്റെ ശരീരത്തിന്റെ നടുവിലെ തലയിലൊക്കെ ഉണ്ടല്ലേ ചുവപ്പ് അടയാളം. അത് ചോരല്ലട്ടാ, അതിന്റെ ശരീരത്തിലുള്ള ഡിസൈനിങ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വാലുണ്ടല്ലേ, വാല് ഉണ്ടല്ലേ മഞ്ഞയും കറുപ്പും നടത്തുള്ള വാല്. അതേമാതിരി സെന്ററിൽ കറുപ്പ് നിറം, പിന്നെ അതിന്റെ മുകളിലായിട്ട് ചുവപ്പ് നിറം. ഇതാണ് മിസ് കേരള എന്ന് പറയുന്ന ഒരു മീനാണ്. എന്നാ കാണിച്ചെടുക്ക അടുത്ത മീനാ. നമുക്കൊരു മീൻ കൂടി കിട്ടിക്കണോ. ചാവേ അത് അപ്പൊ ഇതാ ഇപ്പൊ കിട്ടിയ ഒരു മീനാണ്. ഇതിന്റെ നല്ല കുടുക്ക് കുടുങ്ങിണു. അതുകൊണ്ട് ആൾക്ക് കൊക്കൊന്ന് വിട്ടെടുക്ക. നമ്മളെ പേരി പോകണ്ട. നമ്മളെ മിസ് കേരളൊക്കെ ഉണ്ട്. ഇതാ മിസ് കേരള. ഇതാ ഇപ്പൊ കിട്ടിയ മീനാണ്. ഈ മീനെ ഞങ്ങളിവിടെ ബെളുമ്പാട്ടി എന്നാ പറയാ. ബെളുമ്പാട്ടി അതോ ഇതല്ലേ, ഇതാണ് ബെളുമ്പാട്ടി എന്ന് പറഞ്ഞ മീനാണ്. അപ്പൊ ഈ മീനെ ഞങ്ങള് കഴിക്കാറില്ല. അതുകൊണ്ട് വെള്ളത്തിൽ തന്നെ തുറന്ന് വിടാണ്. ആള് ചത്താ. അപ്പൊ ഇന്ന് വൈകുന്നേരം ചൂണ്ടയിടാൻ വന്നതായിരുന്നു കേട്ടാ. അപ്പൊ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് കുറച്ച് മീനെ കിട്ടീനു. അപ്പൊ ആ മീനിനെ പുഴയിലേക്ക് തന്നെ റിലീസ് ചെയ്യാണ്. കാണിച്ചു തരാം. കിട്ടിയ മീനുകളെ ഞാൻ കാണിച്ചു തരാം. ഇതാണോ
മിസ് കേരളേനു. അപ്പം നമുക്കാദ്യം മിസ് കേരളയെ റിലീസ് ചെയ്യാം. അത് പോയിട്ടാ. ഇനി അടുത്തത് നോക്കട്ടെ. അതുപോലെ അടുത്തത് പൂവാലിപ്പരലാട്ടാ. ഇത് പൂവാലിപ്പരല് അതിന് നമുക്ക് റിലീസ് ചെയ്യാം. അത് പോയിട്ടാ. ഇനി നമുക്ക് ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് റിലീസ് ചെയ്യണം. അത് ഇതാണ്. അതാ അത് നമ്മളെ ഇതായിരുന്നു, കടുങ്ങാലിപ്പരലായിരുന്നു. അതങ്ങനെയും പോയി. അപ്പോൾ വന്നപ്പോഴേക്കും 4 മീനിനെ കിട്ടി. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ മീനുകളെ മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അതുമാതിരി ഒന്നുകൂടി കിട്ടി. ഒരു മീനുണ്ട്. നേരത്തെ കടുങ്ങാലിപ്പരൽ പോയെങ്കിലേ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് കടുങ്ങാലിന, ഇതാണ് കടുങ്ങാലിപ്പരൽ എന്താ പറഞ്ഞ മീനെ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം. ഇതാ പൊട്ടെ അതാ പോണു. അങ്ങനെ എല്ലാ മീനും പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തം അവസാനിച്ചു.